ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ സൺസെറ്റ് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം എന്നാണ്. അതിനായി ഈ ഫോട്ടോയാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അധികമൊന്നും പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മളിന്ന് ഈ ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ലൈറ്റ് മെനുവിലേക്ക് പോവാം. ശേഷം നമ്മുടെ എക്സ്പോഷർ ആദ്യം നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇത്തിരി കുറയ്ക്കുവാണ്. ഓക്കെ, കോൺട്രാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഹൈലൈറ്റ്സ് നല്ലപോലെ ഡിക്രീസ് ചെയ്യാം. നമുക്ക് ആകാശത്തിലെ ഡീറ്റെയിൽസ് ഒക്കെ റിറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഷാഡോസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. വൈറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ബ്ലാക്ക്സ് കുറച്ച് ഡിക്രീസ് ചെയ്യാം, ഒരുപാട് വേണ്ട. ശേഷം കേഴ്സ് ഓപ്പൺ ചെയ്യുക. നമുക്കൊരു ചെറിയ എസ് കർവ് ഉണ്ടാക്കാം. അത് ജസ്റ്റ് ഇതുപോലത്തെ ഒരു 3 പോയിന്റ്സ് ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒരു എസ് കർവ് ഉണ്ടാക്കുക. ശേഷം നമുക്ക് ബ്ലാക്ക്സ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഒരു ഫെയ്ഡഡ് ലുക്ക് കിട്ടും. ഒരുപാട് വേണം കേട്ടോ. ഹൈലൈറ്റ്സ് അല്ല, വൈറ്റ്സും നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്യാം, ഒരു സോഫ്റ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി. ഓക്കെ, നമ്മൾ എത്ര നേരം ചെയ്തതാണ്. ജസ്റ്റ് ഡൺ കൊടുക്കുക. ശേഷം കളർ മെനുവിലേക്ക് പോവുക. ടെമ്പറേച്ചർ നല്ലപോലെ ഇൻക്രീസ് ചെയ്യാം. ഞാനൊരു 15 കൊടുക്കുകയാണ്. ടിൻറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഒരു പിങ്കിഷ് ലുക്ക് കിട്ടാൻ വേണ്ടി ഒരു 10 ടിൻറ്റ് കൊടുക്കുകയാണ്. വൈബ്രൻസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് കളർ മിക്സിലേക്ക് പോവാം. നമുക്ക് ഓറഞ്ചിൻ്റെ ഹ്യൂ കുറച്ചും കൂടി ഒരു റെഡിഷ് ആക്കാം. സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം ഒരു പൊടിക്ക്. യെല്ലോ നമുക്ക് അതുപോലെ ചെയ്യാം. സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യാണ്. ഒരുപാട് വേണ്ട, കുറച്ച് മതി. നമുക്ക് ഗ്രീനിൻ്റെ സാച്ചുറേഷൻ ലേശം കുറയ്ക്കാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ലൂമിനൻസും കുറയ്ക്കാം. ഓക്കെ, ഡൺ കൊടുക്കാം. അടുത്തത് നമുക്ക് സ്പ്ലിറ്റ് ടോണിങ് ചെയ്യാം. അതിനെ ഗ്രേഡിംഗ് ടാബ് ഓപ്പൺ ചെയ്യാം. ശേഷം ഇവിടെ നമുക്ക് ഷാഡോസിൻ്റെ ഹ്യൂ ഒരു 326 കൊടുത്തിട്ട് സാച്ചുറേഷൻ ജസ്റ്റ് അതിനനുസരിച്ച് കൊടുക്കാം. ഒരുപാട് കൊടുക്കണ്ട, കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, മിഡ് ടോൺസ് ഒന്നും ചെയ്യുന്നില്ല. ഇനി ഹൈലൈറ്റ്സ് സെലക്ട് ചെയ്യുക. ഹൈലൈറ്റ്സിൻ്റെ ഹ്യൂ ഒരു നേരത്തെ പിങ്കിഷ് ടോൺ കൊടുക്കുക. ശേഷം അതിൻ്റെ സാച്ചുറേഷൻ ഇത്തിരി കുറയ്ക്കാം. അത്രയ്ക്ക് സാച്ചുറേഷൻ ആവശ്യമില്ല. ഓക്കെ, ഇനി എഫക്ട്സ് ടാബ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇത്തിരി ക്ലാരിറ്റി കൊടുക്കാം. കുറച്ച് ഡീഹേസ് കൊടുക്കുക. വിനിയേറ്റിംഗ് ഒരു -30 കൊടുക്കുക. ഫെദറിങ് ഒരു 100 കൊടുക്കുക. ഇതാണ് നമ്മുടെ ബിഫോർ, ഇതാണ് ആഫ്റ്റർ. നമ്മുടെ എഡിറ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.